ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഇന്ന് ഞാനിതാ കുറച്ച് സേമിയ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് സേമിയ കൊണ്ട് ഒരു ചെറിയ ബിരിയാണി ഉണ്ടാക്കാം. ബിരിയാണി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്തോ കുറേ സംഭവങ്ങളൊക്കെ ഇടേണ്ടി വരും എന്നൊക്കെ വിചാരിക്കേണ്ട കേട്ടോ. ഒരു ചെറിയൊരു ബിരിയാണി, വളരെ കുറച്ച് സാധനങ്ങൾ, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഒരു സിമ്പിളായിട്ടുള്ള സ്പൈസിയൊക്കെ കുറവായിട്ടുള്ള ഒരു ബിരിയാണി നമുക്ക് ഉണ്ടാക്കാം. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇത് റോസ്റ്റ് ചെയ്യാത്ത സേമിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്ത സേമിയ ആണെങ്കിൽ കൂടിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇതൊരു 300 ഗ്രാം സേമിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, സേമിയ റോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യായാലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു ഗോൾഡ് കളർ ആവുന്നത് വരെ നമുക്കൊന്ന് റോസ്റ്റ് ആക്കി ഇട്ടെടുക്കാം കേട്ടോ. സേമിയ റോസ്റ്റ് ആയിട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ സേമിയയിലേക്ക് ഒഴിക്കാനായിട്ട് ഇവിടെ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. സേമിയ നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തിളച്ച വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഈ സേമിയ വലിയ സേമിയ ആയിരുന്നു, ഞാനിത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തതാണ്. ഇനി ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി സേമിയത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് വെന്ത് ഉടയരുത് കേട്ടോ സേമിയം. റോസ്റ്റാക്കിയത് കൊണ്ട് പിന്നെ നന്നായിട്ട് അങ്ങനെ അധികം അങ്ങോട്ട് വെന്തതാവില്ല. എന്നാലും നമ്മൾ നോക്കിയിട്ട് വേണം എടുക്കാൻ. സേമിയം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെള്ളം വാർക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം കേട്ടോ. ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് വയ്ക്കാം. ഇതിലേക്ക് ഞാൻ പച്ചവെള്ളം ഒഴിക്കുന്നത് ഒട്ടി പിടിക്കാതിരിക്കാൻ, വേറിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ, കണ്ടില്ലേ, വേറിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. 2 മുട്ടയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മുട്ട ഒന്ന് നമുക്ക് ചിക്കി എടുക്കാം. ഞാൻ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അധികം ചെറിയ പീസുകൾ ആക്കിയെടുക്കണ്ട കേട്ടോ. ഇതേപോലെ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുന്ന രീതിയിലൊന്ന് എടുത്താൽ മതി. കുട്ടികൾക്കും വലിയവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും ഈ സേമിയ ബിരിയാണി. പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്ക് എന്തായാലും ചെയ്യണം, അതേപോലെ കമൻറ്റും. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇത്ര ആക്കിയെടുത്താൽ മതി. മുട്ട ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ പാനിൽ തന്നെ നമുക്ക് സബോള വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി പാനിലേക്ക് ഞാൻ കുറച്ച് നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
നെയ്യ് മാത്രം മതിയെങ്കിൽ നെയ്യ് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ രണ്ടും കൂടിയിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ പെരിഞ്ചീരകമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി 2 കഷ്ണം ഒരു 3 കഷ്ണം പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ കരയാമ്പൂ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3 ഏലക്കായ, കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു സവാളയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എനിക്ക് ചെറുതായിട്ടൊരു കോൾഡ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു സൗണ്ടിൻ്റെ പ്രശ്നം ചെറുതായിട്ടുണ്ട് കേട്ടോ. സവാള ഇട്ട് കൊടുക്കുന്നതിന് മുന്നായിട്ട് ഒരു കാര്യം ഞാൻ ഇട്ട് കൊടുക്കാൻ മറന്നു പോയിട്ടോ. കുറച്ച് മുന്തിരി ഞാൻ ഇട്ട് കൊടുക്കുന്നത്, അത് മറന്നു പോയതാണ്. ഫസ്റ്റ് ഇട്ട് കൊടുക്കേണ്ടതായിരുന്നു, അത് ഞാൻ മറന്നുപോയി. ഇതിലേക്ക് ഞാൻ ഈ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ബിരിയാണിയിൽ നെയ്ച്ചോറിലൊക്കെ ഇട്ട് കൊടുക്കുന്ന ഇലയാണ്. നല്ല മണമാണ്. ഇതിങ്ങനെ വഴറ്റുമ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല മണം ഉണ്ടാവും. സവോള അധികം വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇത് ഞാൻ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനൊരു 3 പച്ചമുളകാണ് കേട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നത്. ഈ ഇല ഇട്ട് കൊടുത്തപ്പോൾ തന്നെ നല്ലൊരു മണം വന്നുകൊണ്ടിരിക്കുന്നു, തുടങ്ങി നല്ല മണമുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചെറുതായിട്ട് കട്ട് ചെയ്ത ക്യാരറ്റാണ് കേട്ടോ. പിന്നെ കേബേജ് കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കേബേജ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. സേമിയത്തിൽ നമ്മൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ച് വെച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ പച്ചക്കറി, കേബേജും ക്യാരറ്റൊക്കെ. ഇനി ഇതിലേക്കുള്ള ആവശ്യമുള്ള പൊടികളാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇത് ചിക്കൻ മസാലപ്പൊടിയാണ്. ഇത് 1 ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് മാത്രം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് മല്ലിയില പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 തക്കാളിയാണ് കേട്ടോ. തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി തക്കാളി ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ. കുറച്ച് സമയം മാത്രം ഒന്ന് മൂടി വെച്ച് കൊടുത്താൽ മതി.
തക്കാളി ഒക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ ചിക്കി വെച്ച മുട്ട ഉണ്ടല്ലോ, അത് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ സ്കൂളിലേക്ക് കുട്ടികൾക്ക് എന്നും ചോറൊക്കെ കൊടുത്തയക്കുമ്പോഴേ അവർക്ക് ഇതേപോലെ സേമിയ കൊണ്ട് ബിരിയാണി ഉണ്ടാക്കിയിട്ട് കൊടുത്തയച്ചാൽ അവർക്ക് നല്ല ഇഷ്ടമാവും. കഴിക്കാൻ പച്ചക്കറികളൊക്കെ ഇതിലുണ്ടല്ലോ, അപ്പോൾ അതും അവർ കഴിച്ചോളും. അപ്പോൾ നിങ്ങൾ ഇതേപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുത്തയക്കട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് സേമിയ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് സേമിയ ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കുക. പാത്രം ചെറുതായി പോയി, സേമിയം കുറച്ച് കൂടുതൽ പോയി, ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യാണ് കേട്ടോ മേലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി കുറച്ച് കുരുമുളക് പൊടിയാണ് കേട്ടോ ഞാൻ മേലൊന്ന് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ സേമിയ പച്ചവെള്ളം ഒഴിച്ചിട്ടാണല്ലോ അത് വാർത്ത് വെക്കുമ്പോൾ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചില്ലേ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി. അപ്പോൾ പിന്നെ ഒന്നുകൂടി നന്നായിട്ട് സേമിയ ഒന്ന് ചൂടായിട്ട് വരണം. സേമിയ ഒന്നും ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. നല്ല രസത്തിൽ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ സേമിയ ബിരിയാണി. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ, നല്ല ടേസ്റ്റാണ്. ഇതിൽ മുട്ടയ്ക്ക് പകരം മുട്ട വേണ്ടാന്ന് വിചാരിച്ചാൽ ചിക്കൻ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ സേമിയ ബിരിയാണി നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായാലും ഇത് ഉണ്ടാക്കുന്ന ഉറപ്പാണ്. ഇവിടെ 2 പേര് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അത് കുക്ക് ചെയ്യുന്ന സമയത്ത്. അവർക്ക് ഞാൻ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് കൊടുത്തപ്പോൾ അവർ അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ഫുഡ് ഉണ്ടാക്കിയിട്ട് മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ അവർ നന്നായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ ആ ഒരു സന്തോഷം വേറെ തന്നെയാണല്ലേ. എനിക്ക് അങ്ങനെയാണ്. ഞാൻ ഉണ്ടാക്കിയ ഫുഡ് മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കും. പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.